ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് തേങ്ങ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. അതേസമയം നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ളിട്ട് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് ഗ്രാം എന്നൊക്കെ പറയുന്നതാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നടുവൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ ഒന്നുകൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടും. 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ നടുവൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം സവാള വേണമെങ്കിലും എടുക്കാം. സവാള എടുക്കുകയാണെങ്കിൽ 1 സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതും കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 8 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് നമ്മൾക്ക് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് എരിവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് തക്കാളിയാണ്. നന്നായി പഴുത്ത 2 വലിയ തക്കാളി തന്നെ എടുക്കാം. അത് ഇതേപോലെ കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ഇതിനെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി തക്കാളിക്ക് പുളി കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ സാധാരണ വാളൻ പുളി ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് വാളൻ പുളി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. തക്കാളിയിലത്തെ വെള്ളമെല്ലാം നല്ലപോലെ ഇറങ്ങി വരണം. അത്രയും സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം തന്നെ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്നോളും. ഇപ്പോൾ ഇതോടെ കറക്റ്റ് പാകമായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വരണം. ചൂടാറി കഴിയുമ്പോൾ നമ്മൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറോ വലിയ ജാറോ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം ഇവിടെ വലിയ ജാറാണ് എടുക്കുന്നത്. വലിയ ജാറാവുമ്പോൾ എല്ലാം കൂടെ നമ്മൾക്ക് ഒരുമിച്ച് അരച്ചെടുക്കാനും പറ്റും. ഞാനിവിടെ ഉണക്കമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് അരയ്ക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ പച്ചമുളകൊന്നും തീരെ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഉണക്കമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതോടെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അരയ്ക്കുന്ന സമയത്ത് ഉണക്കമുളക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ഉണക്കമുളകിന് എരിവ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉണക്കമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതോടെ കറക്റ്റ് പാകമായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് താളിച്ചിടാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് വേറൊരു ടിപ്പും കൂടെ പറയുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലോ തേങ്ങയ്ക്ക് പകരം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കൂട്ട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണക്കമുളക് നിങ്ങൾ ഒഴിവാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഈ ചട്നിയിലേക്ക് താളിച്ചിടാം. അതിനായിട്ട് ഇരുമ്പിൻ്റെ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായി മുരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ 3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് നേരെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരയ്ക്കാത്ത ചട്നി തയ്യാറായി. അതേപോലെ തന്നെ ഇത് നമ്മൾക്ക് ചിക്കൻ കറിക്കോ മീൻ കറിക്കോ വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് താളിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല ഉണക്കമുളകും ഒഴിവാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ചട്നിയൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്